ഇദ്ദേഹത്തിനെ ഒറ്റയ്ക്കാക്കിയിട്ട് റോയിയുടെ ക്യാബിനിൽ നിന്ന് ജോസഫിന്റെ ക്യാബിനിലേക്ക് പോവുകയാണ്. അതാണ് അവസാനം. അപ്പൊ അമ്മയോട് സംസാരിച്ചോ എന്നുള്ളത് വ്യക്തമല്ല. ഇന്നത്തെ ദിവസം നമ്മളുടെ ചാനൽ മീഡിയകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ആയിട്ടുള്ള, എന്നാൽ ഏറ്റവും കൂടുതൽ ന്യൂസുകൾ പുറത്തോട്ട് വന്നിട്ടുള്ള, ആൾക്കാരെല്ലാവരും ഒരുപോലെ ഇരുന്ന് കണ്ടിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ ആയിട്ടുള്ള നമ്മളുടെ റോയിയുടെ മരണാനന്തര ചടങ്ങുകൾ. അതിലെല്ലാവരുടെയും നോട്ടം പോയിട്ടുള്ളത് ആദ്യം തന്നെ എൻ്റെ വിശ്വാസപ്രകാരം റോയിയുടെ അമ്മയുടെ അടുത്തായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ആ അമ്മ കരയുന്നത് കാണുമ്പം നമ്മുടെ മനസ്സ് തന്നെ തകർന്നു പോകും. മോനെ 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 എന്ന് വിളിച്ചിട്ടാണ് പാവ അമ്മ കരയുന്നത്. നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, അമ്മയും അച്ഛനും ഇരിക്കെ മക്കൾ മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ഇതിലും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഒരാളുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്ന് നമ്മൾ പറയലുണ്ടല്ലോ. അപ്പം അതിൻ്റെ വേറൊരു റിഫ്ലക്ഷൻ തന്നെയാണ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും തിരഞ്ഞിട്ടുണ്ടാവുക റോയിൻ്റെ വൈഫും 2 കുട്ടികളെയാണ്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ ചാനലിൽ ഒരു വീഡിയോയെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ, ആ ന്യൂസ് നടന്ന ആ ദിവസം തന്നെ. അതിനുശേഷം ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ 1-2 ദിവസമായിട്ട് പലരും ഒന്നിലധികം കോണ്ടന്റുകൾ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചെയ്ത് ഞാൻ കണ്ടു. കുറേ ആൾക്കാർ റോയിക്ക് വേറെ ഭാര്യ ഉണ്ടെന്നോ, അല്ലെങ്കിൽ റോയിയുടെ ഭാര്യ ഓൾറെഡി കല്യാണം കഴിച്ചതാണോ, അവരുടെ അയാളും ഇതുപോലെ മരിച്ച വ്യക്തിയാണെന്നും പ്രോപ്പർട്ടി എടുത്തുകൊണ്ടാണ് റോയി ബിൽഡ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. സത്യമുണ്ടാവാം, സത്യമുണ്ടാവാതിരിക്കാം. എന്തായാലും റിയാലിറ്റി ചെക്കിലോട്ട് പോവാത്തത് കൊണ്ടും, രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പം കറൻ്റ് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യമല്ല ഇത്. കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞാണ് ഓക്കെ ഫൈൻ, ആ പെർട്ടിക്കുലർ വ്യക്തി എത്രയൊക്കെ ആണെങ്കിലും ഇൻസ്പിറേഷനും ചാരിറ്റിയിലും സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിലും ഒക്കെ വളരെ ആക്റ്റീവായി നിന്ന വ്യക്തിയുടെ ഒരു മരണാനന്തര ചടങ്ങ് തീരുന്നതിന് മുമ്പ് തന്നെ പുള്ളിയും പുള്ളിയുടെ വൈഫുമായി ബന്ധപ്പെട്ടുള്ള പല കോൺട്രവേഴ്സീസാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വിഷയങ്ങളിലോട്ടൊന്നും പോവാണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതിയത്. അപ്പോൾ ഓഫ് കോഴ്സ് ഇന്ന് ചടങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മേ ബി എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങളെല്ലാവരും ഇതിൻ്റെ വീഡിയോസും ക്ലിപ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇതിലൊരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല വൈറലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ആ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് എന്താണ് വൈറലായി പോകുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. ഇതാണ് വീഡിയോ. ഈ വീഡിയോ കണ്ടപ്പോൾ എന്താ തോന്നുന്നത്? റോയിയുടെ വൈഫും ഉണ്ട്, മകനും ഉണ്ട്, മകളും ഉണ്ട്. മകള് നല്ലോണം കരഞ്ഞ് ആകെ കംപ്ലീറ്റ്ലി പോയി കിടക്കുകയാണ്. ഈ ന്യൂസ് വന്ന ആ ഒരു ടൈം തൊട്ട് ഈ ടൈം വരെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ള ക്ലിപ്പ് ആരുടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റോയിയുടെ മകളുടെയാണ്. മകൾ നല്ല ഇമോഷണലി ഭയങ്കര ഡിസ്റ്റർബ്ഡായി ഭയങ്കര വൾണറബിൾ ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത് ഇവിടുത്തെ അടുത്ത നോട്ടം പോയിട്ടുള്ളത് റോയിയുടെ ഭാര്യേനെയാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഭാര്യ സ്പെക്സ് ധരിച്ചിട്ടാണ് വരുന്നത്. എന്ന് വെച്ചാൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ധരിച്ചിട്ടാണ് ആൾ വരുന്നത്. അപ്പം ഇതിനെ പിടിച്ചുകൊണ്ട് ഒരുപാട് മലയാളികൾ കമൻറ്റ് എന്ന് വെച്ചാൽ എൻ്റെ കൃഷ്ണ ഇമാതിരി കമൻറ്റ് പറയേണ്ടതുണ്ടോ എന്ന് തോന്നുന്ന രീതിയിലാണ് കമൻറ്റ് പൊങ്കാലകൾ. കാരണം നമ്മളിപ്പോൾ കേരള സംസ്കാര പ്രകാരമൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഒരു സംസ്കാര പ്രകാരം ഒരാൾ മരിച്ചിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കലി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ, നിലവിളിക്കുന്ന ഒരു ഭാര്യ, അല്ലെങ്കിൽ സങ്കടപ്പെട്ട് വിഷമത്തോടു കൂടി കയറി വരുന്ന ആൾക്കാർ, ഇതൊക്കെയാണ് പൊതുവെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അന്നേരം ഭാര്യ കണ്ണട ഇട്ട് വന്ന സമയം ഓട്ടോമാറ്റിക്കലി ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു നെഗറ്റിവിറ്റിയാണ് ഭാര്യയ്ക്ക് സ്പ്രെഡ് ആയിട്ടുള്ളത്. ഭാര്യയുമായിട്ടുള്ള എന്തോ വഴക്കിൻ്റെ പുറത്താണ് ചെയ്തത് എന്ന രീതിയിൽ വരെ കമൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ വളർന്നിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈ പെർട്ടിക്കുലർ മനുഷ്യൻ എത്ര കാറുണ്ട്, ഇയാളുടെ കാറിൻ്റെ വില എന്താണ്, എത്ര വീടുണ്ട്, എത്ര ബിൽഡിംഗ് ഉണ്ട്, ഇതൊന്നും ആർക്കും അറിയില്ല. സ്വർണ്ണക്കരണ്ടിയിൽ ജനിച്ച് വന്നിട്ടുള്ള ടീമാണ് ഇവർ 3 ആൾക്കാരും. ഈ 2 മക്കളാണെങ്കിലും അല്ലെങ്കിൽ ഭാര്യ ആണെങ്കിലും ഇവർക്ക് ഇവരതായ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്. ആ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ കണ്ണാടി ഇട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ഇവരുടെ തന്നെ വേറെ പല ക്ലിപ്പിങ്ങുകളും നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഒരു പൊട്ടി 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 കരയുന്നത്.
അപ്പം ഒരു കണ്ണട ഇട്ടു എന്ന് കരുതി ഭർത്താവിനോട് എന്താണ് സ്നേഹമില്ല അല്ലെങ്കിൽ അഹങ്കാരമാണ് എന്നും നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലിൽ ഒരു സാധാരണക്കാർ ഇത് ഇട്ട് ഇങ്ങനെ നടന്ന് വരികയാണെങ്കിൽ ഓക്കെ ഫൈൻ. പക്ഷെ ഇവർ ജനിച്ചതും വളർന്നതും സെറ്റിലായതൊക്കെ അവിടെ ഇവിടെയും ഇവരുടെ ലൈഫ് അങ്ങനെ ലക്ഷൂറിയസ് ലൈഫ്, ഡ്രസ്സിങ് ആണെങ്കിലും യൂസ് ചെയ്യുന്ന എല്ലാം അങ്ങനെയാണ്. ഇവർ അതിന് ആ ഒരു മീനിങ് കൊടുത്തിട്ടുണ്ടാവില്ല. മേ ബി ഇവർ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കും. അപ്പം നമ്മളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പേഴ്സ് എടുക്കുന്ന പോലെ ആയിരിക്കും ഇവർ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളത്. അതിന് ഇത്രമാത്രം സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷനായി, ഇത്രമാത്രം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് ഈവൻ ആളുടെ മരണത്തിന് വരെ കാരണം ഇവരൊക്കെയാ എന്ന രീതിയിലൊക്കെ കുറേ കമൻറ്റുകൾ പോകുന്നുണ്ട്. നിങ്ങൾക്കൊന്നും വേറെ പ്രത്യേകിച്ച് ഒരു പണിയുമില്ലേ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു പണി ഇവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇവരെന്തായാലും ഈ പരിപാടിക്ക് നിൽക്കേണ്ട ആവശ്യമല്ലേനോ. ആൻഡ് ഓക്കെ, ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന കുറച്ച് കമൻറ്റുകൾ വായിച്ചു തരാം. ഭർത്താവിൻ്റെ സംസ്കാര ചടങ്ങിന് വന്നവരാണോ കഷ്ടം? എന്താ ഭർത്താവിൻ്റെ സംസ്കാര ചടങ്ങിൽ കണ്ണട ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ഇപ്പം ഇത്ര പ്രശ്നം? ഇത് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അവരവിടെ കിടന്ന് കരയുന്നതും ആൾക്ക് അന്ത്യചുംബനം കൊടുക്കുന്നതും വിങ്ങിപ്പൊട്ടുന്നതും മകളെ കെട്ടിപ്പിടിച്ച് കരയുന്നതും ഇതൊന്നും നിങ്ങൾ കണ്ടില്ലേ? ഇങ്ങനെയാണോ ദുഃഖിതർ ഉണ്ടാവുക? സിനിമ കാണാൻ പോകുന്ന പോലെ ഉണ്ടല്ലോ, ചിലർ അങ്ങനെ ആയിരിക്കുമല്ലേ. എനിക്കറിയില്ല സിനിമ കാണാൻ ആരാ കൂളിംഗ് ഗ്ലാസ് ഇട്ട് പോകുന്നേ എന്നുള്ളത്. കാരണം സിനിമ ഓൾറെഡി ഉണ്ട് കിടക്കുക, അവിടെ കൂളിംഗ് ഗ്ലാസും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ കാണുക? ഇവിടെ അതിശോക്തി പറയുമ്പോൾ കുറച്ചും കൂടെ ലോജിക്ക് അതിശോക്തി പറയും. ഇത് കണ്ടിട്ട് വിഷമമുള്ള ഫീൽ ഇല്ലല്ലോ, അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ വ്യക്തികളും അവരുടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുക ഓരോ രീതിയിലായിരിക്കും. ചില ആൾക്കാർ എന്തെങ്കിലും സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കും. ചില ആൾക്കാർ സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിനുള്ളിൽ ഇങ്ങനെ കടിച്ചമർത്തി നിൽക്കും. ചില ആൾക്കാർ സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ തല തല്ലി പൊട്ടിക്കും. ഇപ്പോൾ ദേഷ്യം എക്സ്പ്രസ് ചെയ്യുക. ചില ആൾക്കാർ തെറ്റി നിൽക്കും, ചില ആൾക്കാർ ചൂടാവും, ചില ആൾക്കാർ തെറി വിളിക്കും. അങ്ങനെ പലരും പല സ്റ്റൈലാണ്. അപ്പോൾ ഇവർക്ക് സങ്കടം വന്നില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് എങ്ങോട്ടാ? കല്യാണത്തിനാണോ? ധനേഷ് കെ സുന്ദരി, കല്യാണ പരിപാടിയാണല്ലോ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കൂളിംഗ് ഗ്ലാസ് വെച്ച് തരാൻ എത്രയൊക്കെ ആണെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മളുമായി കണക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി മരിച്ചു പോകാന്ന് പറഞ്ഞാൽ അത് വലിയ വിഷമം തന്നെയാണ്. അത് നമുക്കൊക്കെ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടായാലേ മരണത്തിൻ്റെ വില മനസ്സിലാക്കാൻ പറ്റും. ഇനി അവർക്ക് എത്ര കോടി ആസ്തി ഉണ്ടായിട്ടും അല്ലെ വീടുണ്ടായിട്ടും ഇനി ബംഗ്ലാവ് ഉണ്ടായിട്ടും 100 വീടുണ്ടായിട്ടും അച്ഛൻ വേണ്ടടുത്ത് അച്ഛൻ വേണം, ഭർത്താവ് വേണ്ടടുത്ത് ഭർത്താവ് വേണം. അതില്ലേ പിന്നെന്ത്? പണക്കാരുടെ സങ്കടവും ഹൈ ലെവൽ ആയിരിക്കും അല്ലേ? പാവപ്പെട്ടവർ ആയതിൽ എനിക്ക് സന്തോഷം തോന്നുന്നു. മിനി MP ഒരു വുമണാണ്, കല്യാണത്തിന് പോകാൻ വന്ന പോലെ. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഒക്കെ ഈ വീഡിയോയുടെ താഴെ വന്നിട്ടുണ്ട്. ഓക്കെ ഫൈൻ, അത് നെഗറ്റീവ് വോളീസ് അതൊക്കെ ഒരു സൈഡിൽ കിടക്കട്ടെ. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. അപ്പം അവരവരുടെ ലൈഫ് സ്റ്റൈലാണ് കാണിക്കുക. ഈവൻ കൺട്രീസിലൊക്കെ മരണാനന്തര ചടങ്ങ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഈ സൈഡ് കൊടുക്കാം. കോട്ടും സൂട്ടും ഇട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇതിനെ നിങ്ങൾ ഏത് രീതിയിലാണ് വിലയിരുത്തുക? ഈ ഒരു കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ തന്നെയാണ് അവർ ലീഡ് ചെയ്തിട്ടുള്ളത്. സോ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരാളുടെ വിഷമത്തിൽ കൂടെ നിന്ന് കരഞ്ഞില്ലെങ്കിലും പിന്നിൽ നിന്ന് കുത്താണ്ട് നിൽക്കാനുള്ള ഒരു മനസ്സെങ്കിലും ഉണ്ടാവട്ടെ. കാരണം അങ്ങനെ ഒരു മനസ്സ് പോലും നിങ്ങൾക്കില്ലെങ്കിൽ യു ഗൈസ് ആർ ഈക്വൽ ടു പറയാറില്ല. കാരണം അത്രയും ഗതികെട്ടൊന്നും ഈ ലോകത്തില്ല. ഇന്ന് റോയിയുടെ മകൻ്റെ ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ട്, റോയിയുടെ സഹോദരൻ്റെ ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം മകൻ എന്താ പറഞ്ഞത് എന്നുള്ളത് നോക്കാം. അച്ഛൻ എന്തെങ്കിലും തരത്തിൽ സമ്മർദ്ദമുള്ളതായിട്ട് സംസാരത്തിൽ എന്തെങ്കിലും മനസ്സിലായി? ഒന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. കമ്പനിയെ കുറിച്ചുള്ള ഇതാണ്. ഇനി കമ്പനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ളത് ഞാൻ വേറെ ദിവസത്തിൽ I will come back and do a press release after. Please. Thank you all friends. മകന്റെ റെസ്പോൺസ് ആസ് സിമ്പിൾ. ആള് പറഞ്ഞിട്ടുള്ളത് പ്രത്യേക തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അത് എക്സാക്ട് മകനോട് ചോദിക്കാൻ പറ്റില്ല. ഒരു അച്ഛന് മാനസിക ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഒന്നെങ്കിൽ വേണ്ടപ്പെട്ട സുഹൃത്തിൻ്റെ അടുത്തോ സഹോദരങ്ങളുടെ അടുത്തായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മകൻ അതിനെക്കുറിച്ച് അറിയില്ല. ആൻഡ് അപ്പം തന്നെ ഇനി ബിസിനസ് എന്താവും, എന്ത് ബിസിനസ് എടോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആളുടെ അച്ഛൻ്റെ ബോഡീൻ്റെ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ തോന്നുന്നു. ബിസിനസ് എന്താ നോക്കി നടത്തും, അല്ലാണ്ട് റോയി പോയി എന്ന് കരുതിയ ബിസിനസ് അവിടെ പൂട്ടിക്കെട്ടാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ ലോജിക്കലി നിങ്ങൾക്ക് ആലോചിച്ചറിയാം. അല്ലെങ്കിൽ അച്ഛൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണ് അവിടെ റൈറ്റ് ഉണ്ട്. അപ്പോഴേക്ക് ഈ ഒരു ആംഗിളിൽ പോകുന്ന എന്തിനാ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല.
ആൻഡ് ഇവിടെ റോയിയുടെ സഹോദരൻ്റെ ഒരു റെസ്പോൺസ് വരുന്നുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ ആൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് കോള് വിളിച്ചതിനെ കുറിച്ചിട്ടും റോയി പറഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ചിട്ട് അതൊന്ന് നോക്കി നോക്കാം. കടമായിട്ടോ റോയ്ക്ക് വേറെ ലോണോ അങ്ങനത്തെ ഒന്നുമില്ല. എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അല്ല, ഇന്നിപ്പോൾ റോയി പോയി, ഇനി റോയി ഇല്ല. റോയി ഏത് പ്രോഗ്രാമിലും ഇനി റോയിനെ കാണാൻ പറ്റില്ല. വേറെ നമ്മുടെ പഴയ പ്രോഗ്രാം CD-യിലോ അല്ലെങ്കിൽ റെക്കോർഡഡ് കാണാമെന്നല്ലാണ്ട് റോയി ഇന്നില്ല. എനിക്ക് ഈ സമയത്ത് എനിക്ക് ഒന്നും സംസാരിക്കാൻ ഉള്ള കണ്ടീഷനിലല്ല. മറ്റന്നാൾ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ടല്ലോ കൊച്ചിയിൽ. ആര് വിളിച്ചിട്ടുണ്ട്? ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു വാർത്താ സമ്മേളനം വരെ പറഞ്ഞിട്ടുണ്ട്. അത് കേരള ഹെഡായിരിക്കും, കേരള മിസ്റ്റർ ജോസഫ് ആയിരുന്നു. പോലീസിന് അന്വേഷണം സമാന്തരമായിട്ട് നടക്കുന്നുണ്ടല്ലോ. അതെ, ഉദ്യോഗസ്ഥർ സംസാരിച്ചിരുന്നു. ഇന്നലെ ഞാൻ കണ്ടിരുന്നു. ഇന്നലെ ഞങ്ങളെല്ലാവരും സംസാരിച്ചിരുന്നു. നമുക്ക് കുറേ ആശങ്കകളുണ്ടല്ലോ വിഷയത്തിൽ. അതിനോട് ഇപ്പം ഞാൻ പറയാനൊന്നും സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത് അല്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവരാണ് ഉണ്ടായിരുന്നത് അവിടെ. വേറെ റോയ്ക്ക് കടമായിട്ടോ റോയ്ക്ക് വേറെ ലോണോ അങ്ങനത്തെ ഒന്നുമില്ല. എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം സംഭവിച്ചത് എന്താണെന്ന് കുടുംബത്തിന് അറിയണം. നടപടികളായിട്ട് പോകും. അല്ല, അത് എനിക്കറിയില്ല. പരാതിയൊന്നുമില്ല. ഈ അന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം കാണണമെന്നല്ലാതെ മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞിരുന്നു? ഒന്നും പറഞ്ഞില്ല. മുല്ലിനോട് ചോദിച്ചത്, റോയിനോട് ചോദിച്ചത് നീ എപ്പോഴാണ് തിരിച്ചു വരുന്നത്. 2-3 പ്രാവശ്യം എന്നെ വിളിച്ചായിരുന്നു. രാവിലെ 10:40 എന്നെ വിളിച്ച് 10:40, 42, 49 ഇങ്ങനെ 3 സമയത്ത് എന്നെ വിളിച്ച് എപ്പോഴാണ് ബാംഗ്ലൂർക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ വൈകിട്ട് 7 മണിക്ക് വരുന്നതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിനേക്കാൾ മുമ്പ് അന്ന് തന്നെ പോയി. അമ്മയെ വിളിച്ചായിരുന്നു? ആഗ്രഹം പറഞ്ഞ് വിളിച്ചിട്ടില്ല. കുടുംബത്തിൽ ആരെങ്കിലും വിളിച്ച് പുള്ളി സംസാരിച്ചിരുന്നു അന്നത്തെ ദിവസം? അത് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മറുപടിയാണ് കൊടുത്തത്. ആളുടെ സൈഡിൽ നിന്ന് ചില കോൺട്രവേഴ്സീസ് ഉണ്ട്, ചില സംശയങ്ങളുണ്ട് എന്ന ആംഗിളിലൊന്നും ആൾ പറഞ്ഞിട്ടില്ല. ആൾ പറഞ്ഞ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. മരിക്കുന്ന അന്നേ ദിവസം റോയി എന്ന് പറയുന്ന വ്യക്തി ആളെ കോണ്ടാക്ട് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. 10:40, 42, 43 അതിൽ വളരെ ക്ലിയർ ആയിട്ട് റോയി ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് കാണാൻ വരിക എന്നുള്ളത്. അപ്പോൾ പിറ്റേ ദിവസം വൈകുന്നേരം എത്തുമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, റോയി ഈ ഒരു ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു 10 സംതിങ്ങിന് വിളിച്ച് കഴിഞ്ഞ് 3 മണിക്ക് ശേഷമാണ് റോയി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ആൻഡ് ആ 3 മണിക്ക് ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പാണ് തിരിച്ച് ഓഫീസിൽ എത്തുന്നത്. അതൊക്കെ വിശദീകരിക്കുന്ന ഒരു ക്ലിപ്പ് ഞാൻ കൊടുക്കാം. അപ്പം ഈ ഒരു രാവിലത്തെ ഈ ടൈം തൊട്ട് തന്നെ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ കൂടെ കടന്നു പോവുകയാണ്. പല ന്യൂസും പറഞ്ഞത് ഓഫീസിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം കുറേ ചേഞ്ചസ് വന്നു എന്ന രീതിയിലാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ഈ ഇഡിക്കാർ വന്ന് ഫയൽസ് വെരിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ടൈമും അന്ന് 12 മണിക്കാണ് പറയുന്നത്. പക്ഷെ 10 മണിക്ക് സഹോദരനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്തോ കടുത്ത രീതിയിലുള്ള മാനസിക പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു. ആൾക്ക് ലോണില്ല, സാമ്പത്തികമായിട്ട് ഒരു ഞെരുക്കുമില്ല, ഇങ്ങനെ ഒന്നുമില്ല എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. മീൻസ് റോയിയുടെ സഹോദരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം സാമ്പത്തിക ഞെരുക്കല്ല, കടല്ല, അതല്ല. എന്നാൽ ഒരു വ്യക്തി ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾ ഈ ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒന്നേ ഉള്ളൂ, അയാളെ സമൂഹത്തിൽ നാണം കെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം വരും. അല്ലെങ്കിൽ അയാൾക്ക് സമൂഹത്തിലുള്ള ആൾക്കാരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പോലത്തെ എന്തെങ്കിലും ഒരു കാര്യം വരുമെന്ന് പേടിച്ചുകൊണ്ടും ചെയ്യാം. ആളെ ഇൻസൾട്ട് ചെയ്യുന്ന, അല്ലെ ആളെ മെൻ്റലി ഭയങ്കര ഹേർട്ട് ചെയ്യുന്ന, ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിലുള്ള എന്തോ ഒരു ഇൻസിഡൻറ്റ്. അതാണ് നമുക്ക് ഇതിൽ നിന്ന് ബേസിക്കലി പറയാൻ പറ്റുന്നത്. പിന്നെ അന്നത്തെ ദിവസം നടന്നിട്ടുള്ള ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ ABC ടോക്സ് എന്ന് പറയുന്ന ഒരു 3.9 മില്യൺ ഉള്ള ഒരു ചാനലിൽ ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് വേഗം കേട്ടു നോക്കാം. അതായത് ആദായ നികുതി ഉദ്യോഗസ്ഥർ ഓഫീസിൽ ഉച്ചയ്ക്ക് 12 മണിക്കാണ് എത്തുന്നത്. റോയ് ഓഫീസിലെത്തുന്നത് 2 മണിക്കാണ്. 2 മുതൽ 3 വരെ ഇവർ ചോദ്യം ചെയ്യുന്നു റോയിയെ. ചില കടലാസുകളിലൊക്കെ ഒപ്പിടാനും ഒക്കെ പറയുന്നുണ്ട്. 3 മണിക്ക് ക്യാബിനിലേക്ക് റോയി പോകുന്നു. 3 മണി 3:10 ആ സമയമൊക്കെ ആകുമ്പോൾ റോയി മരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു സമയക്രമം എന്ന് പറയുന്നത്. അപ്പോൾ റോയി ഈ അവസാനം കണ്ടിരിക്കുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ MD TA ജോസഫ് ആണ്. അദ്ദേഹം പറയുന്നത് വെച്ചിട്ട് അവസാനം ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് എനിക്ക് ഈ ക്യാബിനിലേക്ക് പോയിട്ട് റോയി പറഞ്ഞു എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ജോസഫ് ഇദ്ദേഹത്തിനെ ഒറ്റയ്ക്കാക്കിയിട്ട് റോയിയുടെ ക്യാബിനിൽ നിന്ന് ജോസഫിൻ്റെ ക്യാബിനിലേക്ക് പോവുകയാണ്. അതാണ് അവസാനം. അപ്പോൾ അമ്മയോട് സംസാരിച്ചോ എന്നുള്ളത് വ്യക്തമല്ല. അപ്പോൾ ഡിസംബർ ആദ്യവാരം ആണ് ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഈ പരിശോധനയൊക്കെ ആദ്യം നടത്തുന്നത്. കേരളത്തിൽ നേരത്തെ തന്നെ ഈ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനകൾ കേരളത്തിലെ ഓഫീസുകളിൽ നടത്തിയിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിലെ ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ ദുബായിൽ നിന്നും മടങ്ങി
എത്തിയ ശേഷം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരോട് എപ്പോൾ വേണമെങ്കിലും കാണാം എന്ന് റോയി അറിയിച്ചിരുന്നു. ഇതൊക്കെ അതായത് ആദ്യം ഇവിടെ പരിശോധനയൊക്കെ നടക്കുമ്പോൾ റോയി ദുബായിലാണ്. ദുബായിൽ നിന്ന് തിരിച്ചു വന്നിട്ട് എപ്പോൾ കാണാം എന്നും പറഞ്ഞു. അങ്ങനെയാണ് വ്യാഴാഴ്ച രാവിലെ ബന്ധപ്പെട്ട കമ്പനികളുണ്ടല്ലോ, കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ, അവിടെയൊക്കെ റെയ്ഡ് നടക്കുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ള ആസ്തി വരുമാനത്തിനേക്കാൾ കവിഞ്ഞതാണ് എന്നുള്ളത് ആദായ നികുതി വകുപ്പിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ MD TA ജോസഫ് ഈ ലാങ്ഫോർഡ് റോഡിലെ ഓഫീസിലേക്ക് റോയിയുടെ കൂടെ വന്നിരുന്നു. അങ്ങനെ ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലുള്ള ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ട് ഒപ്പിടാൻ വേണ്ടിയിട്ടാണ്. അത് നടന്ന ശേഷമാണ് റോയി ഈ പറഞ്ഞ പോലെ ക്യാബിനിലേക്ക് പോയി ജോസഫിനോട്, ഈ അമ്മയോട് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റിക്കാർ പറയുന്നത് ആരെയും ക്യാബിന്റെ അകത്തേക്ക് കടത്തി വിടരുത് എന്ന് റോയി അവരോട് നിർദ്ദേശിച്ചിരുന്നു എന്നാണ്. ആരെയും കടത്തി വിടരുത്. അപ്പോൾ അത് കഴിഞ്ഞ് 3 മണിക്ക് ക്യാബിനിലേക്ക് പോയിട്ട് പിന്നീട് ജോസഫ് നോക്കുമ്പോൾ ഇത് അകത്ത് നിന്ന് കുറ്റിയിട്ടിരിക്കുക. മുട്ടിയപ്പോൾ ഇത് തുറക്കുന്നില്ല, ഈ മുറി തുറക്കുന്നില്ല. അകത്ത് നിന്ന് ലോക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് പിന്നെ ഇത് കുത്തി തുറക്കുക. മുറി കുത്തി തുറക്കുമ്പോൾ ചോരയിൽ കുതിർന്നിട്ട് കസേരയിൽ ഇരിക്കുകയാണ് റോയി. ആ നിലയിലാണ് കണ്ടത്. ആംബുലൻസ് വിളിച്ചു. മറ്റേ മെഡിക്കൽ ആളുകൾ വന്ന് നോക്കുമ്പോൾ പൾസ് ഇല്ല. അത് കഴിഞ്ഞ് പോലീസിൽ ജോസഫ് പരാതിപ്പെടുകയും ചെയ്തു. അപ്പോൾ പോലീസ് കമ്മീഷണർ സീമന്ത് എന്ന് അപ്പോൾ ഡിസംബർ 3-ാം തീയതി ഇതിനു മുമ്പ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ അവിടെ ചെന്നിട്ടുള്ളതാണ്. ചില ദിവസങ്ങളിലൊക്കെ ഈ റെയ്ഡും ഒക്കെ നടന്നിരുന്നു. പിന്നെ ജനുവരി 28-ാം തീയതി റെയ്ഡ് നടന്നിരുന്നു. അപ്പോൾ 12 മണിക്കൂറോളം പലരെയും ആ സമയത്തൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ റോയിയുടെ ആദ്യ കാലമൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ജനിച്ചു വളർന്നത് ഗുരുവായൂർ സ്വദേശിയാണെങ്കിലും ജനിച്ചു വളർന്നതൊക്കെ ബംഗളൂരുവിലാണ്. സെന്റ് ജോസഫ്സ് ഇന്ത്യൻ ഹൈസ്കൂളിലാണ് പഠിച്ചത്. ഈ പർട്ടിക്കുലർ ന്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലിയർ കോൺവെർസേഷൻ എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം നടന്ന കുറേ കാര്യങ്ങൾ, കുറച്ച് ദിവസം മുമ്പ് നടന്ന കുറേ കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ വീണ്ടും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിനെ നടുക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. തന്നെ മാനേജർ എടുത്ത് എനിക്ക് അമ്മേനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ മെൻ്റലി അത്രത്തോളം ഡിസ്റ്റർബ്ഡായി അല്ലെങ്കിൽ ഇമോഷണലി അത്രത്തോളം വീക്കായി നിൽക്കുന്ന സിറ്റുവേഷനിലാണ് നമ്മളെല്ലാവരും നമ്മുടെ അമ്മേനെ കാണണം, അമ്മേനോട് സംസാരിക്കണം എന്ന് തോന്നുക. അപ്പം മാനസികമായി ഒരുപാട് ബാധിക്കുന്ന തരത്തിലുള്ള എന്തോ ഒരു കാര്യത്തിൽ കൂടെ ഈ പെർട്ടിക്കുലർ വ്യക്തി കടന്നു പോയിട്ടുണ്ട്. അതിനിപ്പം ഇവരുടെ സൈഡിൽ നിന്ന് ഒപ്പീനിയൻ ആണോ അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നങ്ങളാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ വരും ദിവസങ്ങളിൽ അറിയാം. അപ്പം ഇത്രയും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരു ടോക്ക് എന്താണെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റൈഡിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന എന്തോ ഒരു ബുദ്ധിമുട്ട് കാരണം ഈ പെർട്ടിക്കുലർ വ്യക്തി സൂസൈഡ് ചെയ്തു എന്ന രീതിയിലാണ് പോയത്. പക്ഷെ എന്നാൽ ഇന്ന് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 1 മണിക്കൂർ മുമ്പുള്ള ഒരു ന്യൂസ് ഞാൻ കാണാനിടയായി. ആ 1 മണിക്കൂർ മുമ്പ് ന്യൂസ് പറഞ്ഞപ്പോൾ ഞാൻ അതും കേട്ടപ്പോൾ ശരിക്കും മണ്ണാൻ ഞെട്ടിപ്പോയി. കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് CJ മരണത്തിൽ ജീവനക്കാരുടെ വാദം തള്ളി പ്രത്യേക അന്വേഷണ സംഘം. വെള്ളിയാഴ്ച IT റെയ്ഡ് നടന്നിട്ടില്ല, ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായിട്ടില്ലെന്നും പോലീസ്. കേരളത്തിൽ നിന്നുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു. കോൺഫിഡൻസ് ഗ്രൂപ്പ് പ്രതിനിധികൾ മറ്റന്നാൾ കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണും. ഇന്നലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തുവന്നത്. 1 മണിക്കൂറോളം ആദായ നികുതി വകുപ്പ് ഡോക്ടർ റോയ് CJയെ ചോദ്യം ചെയ്തുവെന്നായിരുന്നു ജീവനക്കാരുടെ മൊഴി. എന്നാൽ പോലീസ് ഇത് നിരാകരിച്ചു. 3 മണിയോടെയാണ് ഡോക്ടർ റോയ് ഓഫീസിലെത്തിയത്. സ്വന്തം മുറിയിലേക്ക് പോയി വെടിയുതിർക്കുകയായിരുന്നു. ആദായ നികുതി ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായിട്ടില്ല എന്നും പോലീസ് പറയുന്നു. വെള്ളിയാഴ്ച IT റെയ്ഡ് നടന്നിട്ടില്ല. നേരത്തെ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത സീൽ ചെയ്ത് സൂക്ഷിച്ച ഫയലുകൾ പരിശോധിക്കുക മാത്രമാണ് ചെയ്തത്. IT ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തുവെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്. ഇത്രയും ദിവസം നമ്മൾ കേട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ മീഡിയക്കാർ വന്ന് ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ കറൻ്റ്ലി ന്യൂസ് വരുന്നത്. ഓൾറെഡി ഉണ്ടായിരുന്ന ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനാണ് വന്നത്. ഫോണ് വാങ്ങി വെച്ചിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഏതോ ഒരു ന്യൂസിൽ കണ്ടു CCTV ഫുട്ടേജിലൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ കേസ് എങ്ങോട്ടാണ് പോകുന്നത്, എവിടെയാണ് വളയുന്നത്, എന്താണ് തിരിയുന്നത് എന്ന കാര്യത്തെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് നല്ല കോൺഫിഡൻ്റ് ഉണ്ട്. അത്രത്തോളം മാനസികമായി ആ പെർട്ടിക്കുലർ വ്യക്തിനെ ബാധിച്ച ഒരു കാര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതിന് ആരെങ്കിലും ഒരു കാരണമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ പണിഷ് ചെയ്യണം എന്നൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. ഫിസിക്കലി ചെയ്യുന്നത് മാത്രമല്ല, മെൻ്റലി ഒരു വ്യക്തിയെ തളർത്തിക്കൊണ്ട് ജീവൻ നശിപ്പിക്കുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അതും ഇന്നത്തെ ലോ പ്രകാരം പണിഷബിൾ ആവണം എന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. സോ എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കണ്ടുപിടുത്തങ്ങളിലോട്ട് നമ്മുടെ ഫോക്കസ് പോവാം, അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്നാണ് പറയാനുള്ളത്. സോ അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.